Ranjit, Nived. So can you hear me, guys? കേൾക്കുന്നുണ്ടോ? Yes, sir. Okay. So നമ്മൾ കോളറിന് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്താണോ ക്ലാസ്സിൽ? അലക്ടോ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്താണോ ക്ലാസ്സിൽ അലക്ടോ? ഇല്ല. ഓക്കെ, സോ ഇതൊന്ന് വായിച്ചു. ഇതിനകത്തിൽ വി ഹാവ് ഫ്യൂച്ചേഴ്സ് അതേപോലെ കോളേഴ്സും നമ്മൾ യൂസ് ചെയ്യണം. Okay. So just go through that question. And just go through this question. Question ഒന്ന് വായിക്കുക, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം.
Raichadu, have you gone through that question? Yes, sir. Okay. So നമുക്കിവിടെ first question എന്താണ്? Advantage of using of hedging interest rate using an interest rate collar instead of options. അപ്പോൾ ഈ കോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ എപ്പോഴും ഇൻട്രസ്റ്റ് പേ ചെയ്യുമ്പോൾ നമുക്കറിയാം on the interest, like whenever you are entering into a interest rate option, അവിടെ നമ്മൾ എന്ത് പേ ചെയ്യേണ്ടി വരുന്നുണ്ട്? We have to pay a premium in advance, അല്ലേ? Okay. So ഇവിടെ പ്രത്യേകിച്ച് കൺസെപ്റ്റ് വൈസ് പുതിയതായിട്ടൊന്നും പഠിക്കാനില്ല, ആകെ ഇത് മാത്രമേ ഉള്ളൂ അഡ്ജസ്റ്റ്മെന്റ്. When it's an interest rate option, you know that it doesn't matter whether it's a put option or call option, നമുക്ക് എന്ത് പേ ചെയ്യണം initially? Since we are entering into this contract, we have to pay a premium. അല്ലേ? Isn't it? But let's say we need to reduce that impact of premium. ആ പ്രീമിയത്തിന്റെ എഫക്ട് നിങ്ങൾക്ക് കുറയ്ക്കണം. അപ്പൊ എങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, on the same date when we are entering into that put option, ഇപ്പൊ let's say നിങ്ങൾ കുറച്ച് പൈസ ബോറോ ചെയ്യുവാണ്. ബോറോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഏത് ഓപ്ഷൻ എടുക്കുന്നത്? to hedge it. If it's borrow, which option will enter into? Put option, അല്ലേ? Will enter into put option to cover the risk of increase in the interest rate risk. Isn't it? Yes, sir. Okay. So ഈ put option നമ്മൾ എൻട്രി ചെയ്യാന്ന് പറഞ്ഞാൽ ലിറ്ററലി വി ആർ ബൈയിങ് ദ put option. ആ put option കോൺട്രാക്ട് നമ്മൾ ബൈ ചെയ്യുവാണ് മെയിൻ ചെയ്യുന്നത്. സോ ബൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പേ ചെയ്യേണ്ടി വരും? We have to pay premium. അപ്പൊ ഈ ഓവറോൾ പ്രീമിയത്തിന്റെ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സെയിം ഡേറ്റ് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്ന അന്ന് തന്നെ നമ്മൾ എന്തും ചെയ്യും? when it's a caller, we'll enter into a call option. So ഈ call option നമ്മൾ എന്ത് ചെയ്യും? സെൽ ചെയ്യും. മനസ്സിലായോ? അപ്പോ പുട്ട് ഓപ്ഷന് നമ്മൾ ബൈ ചെയ്യുന്ന അതേ ദിവസം തന്നെ നമ്മൾ എന്തും ചെയ്യുന്നുണ്ട്? കോൾ ഓപ്ഷൻ സെൽ ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ആ കോൾ ഓപ്ഷൻ സെൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? we will receive profit അല്ല, we will receive premium. നമ്മൾ സാധനം വിൽക്കുമ്പോൾ, ആ ഓപ്ഷൻ വിൽക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? പ്രീമിയം കിട്ടും. ഓക്കെ. അപ്പോ നോർമലി ഓപ്ഷനകത്ത് നമ്മൾ പ്രീമിയം കൊടുക്കുമായിരുന്നു. ഇവിടെ by entering into put option, ഇവിടെ at the same date when you are entering into put option, അല്ലെങ്കിൽ നമ്മൾ put option ബൈ ചെയ്യുന്ന അതേ ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്യുവാണ്? നമ്മൾ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുവാണ്. ആർക്ക്? വേറൊരു പാർട്ടിയായിട്ട്, വേറൊരു പാർട്ടിക്ക്. അപ്പൊ ഇവിടെ ഒരു മൂന്നാമത് ഒരാളോട് ഉണ്ട്. നമ്മൾ ആ പുള്ളിയുടെ വ്യൂ പോയിന്റോട് നമ്മൾ ചിന്തിക്കണം. ഓക്കെ. അപ്പൊ പുള്ളിക്ക് നമ്മൾ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തു. അപ്പൊ പുള്ളി നമുക്ക് എന്ത് ഇങ്ങോട്ട് തരും? പ്രീമിയം ഇങ്ങോട്ട് തരും. സോ ഓവറോൾ നിങ്ങളുടെ പ്രീമിയത്തിന്റെ എമൗണ്ട് കുറഞ്ഞു. സോ thereby it reduced എന്താ റെഡ്യൂസ് ചെയ്തത്? it reduced the cost of premium. പ്രീമിയത്തിന്റെ കോസ്റ്റ് കുറഞ്ഞു. ക്ലിയർ ആണോ? Yes, sir. അപ്പൊ പുട്ട് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ഈസ് ടു ഇൻക്രീസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റിനെ കവർ. ഇറ്റ്സ് ലൈക്ക് എ പുട്ട് ഓപ്ഷൻ ഇസ് ലൈക്ക് എ ക്യാപ്പ്. ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ റൈസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു മാക്സിമം എന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഇത്രേ വരാവൂ എന്നുള്ള രീതിയിൽ സോർട്ട് ഓഫ് ലൈക്ക് എ ക്യാപ്പ്. ഒരു ക്യാപ്പ് പോലാണ് എന്തെന്ന് പറയുന്നത്? പുട്ട് ഓപ്ഷൻ എന്ന് പറയും. ഓക്കെ. സോ അത് നോട്ട് ചെയ്തോ.
sorry. Put option is like a cap, and call option call option make sure that you will get a minimum rate of interest. So it's like a floor. Yes, sir. We are using put option and we are using call option. So this is a mix. Caller. So in put option, we are trying to reduce the interest rate. So interest rate is limit. That's why it's called as a cap. When it's like a second one, call option minimum interest rate. So minimum I should get this much. This interest rate. So we'll keep a minimum border at the floor. So call option is like a floor. So this is a mix of caller. We are using put option and we are using call option. Okay, now we have the put option, so we buy the call option, so we are selling it to another party. So there is a third party here. But third party premium put option premium pay. So net effect overall premium correct. That is caller objective. Cost of option correct. What was the cost of option? The premium that we have to pay. Now, that correct objective is caller use. So that's the theory. So effectively, that's numerically we use the application, but we can use it for theory as well. So that's the advantage of using caller over options. Clear or no? Yes, sir. Yes, sir. So in the calculation is almost the same. So we will interest borrow. What's the borrowing amount? Borrow or deposit? Borrow. So we need to borrow how much? 22 million pounds in 4 months' time on 1st May 20x2. Clear or no? Yes, sir. Okay. So, we will end the option borrow the option enter. So, we will future calculation based on the 3 hedging choices. Selector is considering assuming that company does not faces basis risk. So, what do you mean by basis risk? And then basis risk clear aila. Future rate, spot rate. Tamil difference. That's basis. That's basis no right. And then basis risk. നമുക്ക് ഒരിക്കലും ഹെഡ്ജിങ് പെർഫെക്റ്റ് ആവത്തില്ല അല്ലേ? നമ്മുടെ അസംഷൻ എന്താണ്? ഈ ഡിഫറൻസ് ആ ഫ്യൂച്ചർ റേറ്റ് ആകുമ്പോഴത്തേക്കും 0 ആവുമെന്നല്ലേ? രണ്ടും. പക്ഷെ അത് ആവത്തില്ല. അത് നമ്മുടെ ഒരു അസംഷൻ ആണ്. ഹെഡ്ജിങ് വോണ്ട് ബി പെർഫെക്റ്റ്. മനസ്സിലായോ? അപ്പൊ ആ ഒരു റിസ്കിനാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് പെർഫെക്റ്റ് അല്ല ആവാത്തത്? നമ്മൾ ഈ വിചാരിക്കുന്ന രീതിയിൽ ബേസിസ് മൂവ് ചെയ്യാത്തോണ്ടാണ്. മനസ്സിലായോ? സോ അതാണ് ഈ ബേസിസ് റിസ്ക് എന്ന് പറയുന്നത്. സോ ഡസ് നോട്ട് ഫേസസ് ബേസിസ് റിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദിസ് വിൽ ബി എ പെർഫെക്റ്റ് ഹെഡ്ജ് എന്നാണ് മെയിൻ ചെയ്യുന്നത്. Are you getting it? Yes, sir. Okay, fine. So now moving on to the question. Recommending a hedging strategy for 22 million loan ഒരു hedging strategy നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. So നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് hedging ഓപ്ഷൻ ഉള്ളത് നോക്കിയേ. They have given futures. Futures പറയുന്നുണ്ട്, പിന്നെ ഓപ്ഷൻസിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓപ്ഷൻസ് അല്ല യൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഓപ്ഷൻസ് we are using caller. Is it clear? Yes, sir. Okay. So നമുക്കപ്പം ഫ്യൂച്ചർ ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും എടുക്കുന്നത്? സെൽഫ് ഫ്യൂച്ചർ ആണോ ബൈ ഫ്യൂച്ചർ ആണോ?
sorry, ഇവിടെ options ആണ് യൂസ് ചെയ്യുന്നത്. Sorry, they are using options. Okay. Okay. So ഇവിടെ എന്താണ് scenario? First scenario എന്താണ്? If interest rate increases by 0.5%. രണ്ട് സിറ്റുവേഷൻ അല്ലേ ഇവർ പറയുന്നത്? Interest rate may fall or increase by 0.5%, അല്ലേ? Yes. Okay, fine. അപ്പം if it is getting fall, കുറയുവാണെങ്കിൽ കൂടുവാണെങ്കിൽ ഉള്ള സിറ്റുവേഷൻ. സോ കൂടുവാണെങ്കിൽ എന്താണ് സിറ്റുവേഷൻ? നമ്മുടെ ബേസ് റേറ്റിൽ ഇപ്പോഴത്തെ കറണ്ട് ബേസ് റേറ്റ് എത്രയാണ്? കറണ്ട് ലൈബർ ഈസ് 3.3. 3.3. അതിൽ നിന്ന് എത്ര കൂടുമെന്നാ പറഞ്ഞേ? 0.5. 0.5 കൂടും. So if the interest rate increases by LIBOR increases by 0.5%, അപ്പോ എന്ത് സംഭവിക്കും? The LIBOR increases by 0.5%, എന്ന് സംഭവിക്കും അവിടെ? Can I reply in the chat? നമ്മുടെ ഫ്യൂച്ചർ റേറ്റും അതനുസരിച്ച് മാറത്തില്ലേ? Yes, Isn't it? Yes. So how will you calculate that rate? ആ rate എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾക്ക് എക്സൽ കാണുന്നുണ്ടോ? Can you see the Excel? Yes, sir. So now the future. ഇതിൽ വന്നിട്ടുണ്ട് future വന്നിട്ടുണ്ട്. So what is future here? നമ്മൾ ഇന്നേക്ക് എത്ര മാസം കഴിഞ്ഞിട്ട് എടുക്കുമെന്നാ പറഞ്ഞേക്കുന്നത് ലോണ്? In 4 months time എന്നല്ലേ പറഞ്ഞേ? Yes, sir. സോ ഏത് ഫ്യൂച്ചറാണ് നമ്മൾ എടുക്കുന്നത്? June. മാർച്ച് എടുക്കോ ജൂൺ എടുക്കോ? June. We'll go for June future, അല്ലെ? നമ്മൾ ബോറോ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഡേറ്റ് എന്നാണോ അത് കഴിഞ്ഞ് തൊട്ടടുത്ത് എക്സ്പയർ ആവുന്ന കോൺട്രാക്ട് വേണം എടുക്കാൻ. സോ വിൽ സെലക്ട് ജൂൺ. അപ്പൊ ജൂണിന്റെ ഫ്യൂച്ചറിന്റെ വാല്യൂ 96.16 ആണ്. അപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? How much it is? 100 minus 96.16. അപ്പൊ ഫ്യൂച്ചറിന്റെ വാല്യൂ എത്രയാണ്? 3.84. ക്ലിയർ ആണോ? Yes, sir. സ്പോട്ട് എത്രയാണ്? സ്പോട്ടിലെ ലൈബർ എത്രയാണ്? 3.3 അല്ലേ? ഇനി അവർ പറയുന്നത് ഫസ്റ്റ് മെയ് ആവുമ്പോ രണ്ട് സിറ്റുവേഷൻ ആണ്. എന്തൊക്കെയാണ് സിറ്റുവേഷൻ? ആഫ്റ്റർ 4 months Increase by. സോറി, Increase ആവാം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആവാം, ഇൻക്രീസ് ആവാം അല്ലെങ്കിൽ decrease ആവാം. ഡിക്രീസ് ആവാം. ഓക്കെ. സോ ഇൻക്രീസ് ആവുന്ന സിറ്റുവേഷനിൽ വാട്ട് വിൽ ഹാപ്പൻ there? നമ്മുടെ സ്പോട്ട് റേറ്റ് എത്ര വരും? 3.3 plus 0.5%. It will be how much? 3.8 വരും അല്ലേ നമ്മുടെ സ്പോട്ട്? Yes. ഓക്കെ. സോ നമുക്ക് പിന്നെ അൺഎക്സ്പയർഡ് ബേസിസ് കണ്ടുപിടിക്കാം. ഇന്നേക്ക് 4 മാസം കഴിഞ്ഞിട്ട് അല്ലേ? അപ്പോ അൺഎക്സ്പയർഡ് ബേസിസ് എത്ര? ഫ്രം ജാനുവരി ഈ സംഭവം എക്സ്പയർ ആവുന്ന എന്നാണ്? ജൂണിലാണ് എക്സ്പയർ ആവുന്നത്. സോ ഫസ്റ്റ് മെയ് ആണ്. ഫസ്റ്റ് മെയ് ഉണ്ട്. ഫസ്റ്റ് മെയ്യിലാണ് നമ്മൾ ഈ പറയുന്ന ലോൺ എടുക്കുന്നത്. അപ്പോൾ
അൺഎക്സ്പയർ ആവാൻ എത്ര മാസം ഉണ്ട് ഇനി? മെയ് ജൂൺ 2 മാസം ഉണ്ട് അൺഎക്സ്പയറി അല്ലേ? 2/6. അല്ലേ? Yes. അപ്പോ അൺഎക്സ്പയർഡ് ബേസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എന്താണോ ബേസിസ് റിസ്ക് അതേ ഇൻറ്റു അൺഎക്സ്പയർഡ് ബേസിസ് 2/6 വന്നു. ക്ലിയർ ആണോ? Yes, sir. ഓക്കെ, സോ ഇറ്റ് ഈസ് 0.18. അപ്പോൾ ഇത് 0.18 ആണ്. സ്പോട്ട് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്യൂച്ചർ റേറ്റ് കണ്ടുപിടിക്കുക. എത്രയാണ്? ഇറ്റ് വിൽ ബി 3.98. മനസ്സിലായോ? ഫ്യൂച്ചർ റേറ്റ് കണ്ടുപിടിക്കുന്നത് മനസ്സിലായോ? Yes. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫ്യൂച്ചറിന്റെ സംഭവം ചെയ്യണം. സോ ഇൻ ഫ്യൂച്ചർ ആണെങ്കിൽ നമുക്കറിയാം, ഇഫ് ഇറ്റ് ഈസ് ഫ്യൂച്ചർ നമുക്ക് എക്സസൈസ് ചെയ്തേ പറ്റൂ അല്ലെ? വെദർ ഇറ്റ്സ് എ ഗെയിൻ ഓർ ലോസ് വി ഹാവ് ടു എക്സസൈസ് ഇറ്റ്. ദാറ്റ്സ് എ എഫക്ട് ഓഫ് ഫ്യൂച്ചർ അല്ലെ? Yes, sir. സോ ഇവിടെ നമ്മുടെ എക്സസൈസ് പ്രൈസ് അറിയാം നമുക്ക്. കാരണം എക്സസൈസ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? ഫ്യൂച്ചറിന്റെ എക്സസൈസ് പ്രൈസ് എത്രയാണ്? 3.84 ആണ്. നമ്മള് ബോറോ ആയതുകൊണ്ട് നമ്മൾ ആദ്യം സെൽ ഫ്യൂച്ചർ പിന്നെ ബൈ ഫ്യൂച്ചർ അങ്ങനല്ലേ വരുന്നത്? ഓക്കെ, അപ്പൊ നമ്മുടെ കൺസെപ്റ്റ് എന്താ? സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുവാണോ ചെയ്യുന്നത് അതോ അങ്ങോട്ട് കൊടുക്കുവാണോ വേണ്ടത്? കിട്ടുവോ? സെല്ല് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം സെല്ല് ചെയ്യുവാണ്. അപ്പോ ഞാനിപ്പോ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്തു. അപ്പോ വേറൊരാളത് വാങ്ങി. അപ്പൊ പുള്ളിക്ക് ഇതിന്റെ ഈ വാങ്ങിയതിന്റെ ബോണ്ടിന് മണ്ടയ്ക്ക് ഞാൻ എന്ത് കൊടുക്കൊണ്ടിരിക്കണം? ഇൻട്രസ്റ്റ് കൊടുത്തോണ്ടിരിക്കണം. സോ ലിറ്ററലി വെൻ ഐ എം സെല്ലിംഗ് എ ബോണ്ട് ഓർ എ ഇൻസ്ട്രുമെന്റ് ഐ ഹാവ് ടു പേ ഇൻട്രസ്റ്റ് അറ്റ് എ റേറ്റ് ഓഫ് 3.84%. അല്ലേ? And later on when I buy it, എനിക്ക് എത്ര വെച്ച് തരും? ഞാനിപ്പോ ഒരു ബോണ്ട് വാങ്ങി എന്ന് പറയുകയാണെങ്കിൽ ഐ വിൽ റിസീവ് ഇൻട്രസ്റ്റ് ഓൺ ദ ബോണ്ട് അല്ലേ? ഓക്കെ, സോ അപ്പൊ എത്ര വരും? ഇറ്റ് വിൽ ബി 3.98 അല്ലെ? അതല്ലേ നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്തത്. നമ്മളെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുവാണെങ്കിൽ ഇതിന്റെ ഫ്യൂച്ചർ പ്രൈസ് വിൽ ബി 3.98%. അപ്പോ ഇതിന് ഫേവറബിൾ ആണെങ്കിലും ഫേവറബിൾ അല്ലെന്നുണ്ടെങ്കിലും ഫ്യൂച്ചർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു എക്സസൈസ് ഇറ്റ് അല്ലേ? ഓക്കെ, സോ ഇസ് ഇറ്റ് എ ഗെയിൻ ഓർ ലോസ് ഓൺ ദിസ് എക്സസൈസ്? എപ്പോഴും ഇത്ര ആലോചിച്ചാൽ മതി. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് കൂടുമെന്നാണ്. ഇൻട്രസ്റ്റ് കൂടുമെന്നുണ്ടെങ്കിൽ നിന്റെ സ്ട്രാറ്റജി, നമ്മുടെ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ആവും. ലിറ്ററലി ഇറ്റ് വിൽ എൻഡ് പിന്നെ ഗെയിൻ അല്ലേ? ഓക്കെ, സോ ഇപ്പൊ ഇവിടുത്തെ ഗെയിൻ എത്ര? 3.14. എത്രയാണ്? ഇറ്റ് വിൽ ബി 0.14%. ദെൻ ആക്ച്വൽ കോസ്റ്റ് ഇവിടെ എത്രയായി? അപ്പൊ ആക്ച്വൽ കോസ്റ്റ് നമുക്ക് എത്ര വരും? It will be 3.8%. That is basis plus 0.5%. On above it, the company can borrow at a lever plus 80 basis point എന്നല്ലേ പറഞ്ഞേ? അല്ലേ? ഇതാണ് ആക്ച്വലി നമുക്കായ കോസ്റ്റ്. സോ ആ ആക്ച്വൽ കോസ്റ്റിന്റെ മണ്ടയ്ക്ക് നമുക്ക് ഇനി എന്തും കൂടെ വന്നു? വി റിസീവ്ഡ് എ ഗെയിൻ. ഹൗ മച്ച് ഇറ്റ് ഇസ് എ ഗെയിൻ? 0.14%. സോ എഫക്റ്റീവ്ലി നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര വരും? 4.46%. That will be the effective rate of interest. Is it clear, everyone? Yes, sir. Okay. ഇനി ഇത് നേരെ ഓപ്പോസിറ്റ്. If interest rate is going down, so അവിടെ നമ്മൾ എന്ത് സംഭവിച്ചു? If interest rate is falling, നമ്മുടെ സ്പോട്ട് റേറ്റ് കുറഞ്ഞു. 3.3 നിന്ന് 0.5 കുറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? It will be 2.8%. അപ്പൊ നമ്മുടെ ഫ്യൂച്ചർ റേറ്റും കുറഞ്ഞു. എത്രയാണ്? It became 2.98%. ക്ലിയർ ആണോ? Okay, fine. So when it is 2.98%, literally it will end up in a loss അല്ലേ? കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു. അപ്പൊ നമ്മുടെ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ആവത്തില്ല. ഇറ്റ് വിൽ ബി എൻഡ് അപ്പ് ഇൻ എ ലോസ്. പക്ഷെ ഫ്യൂച്ചർ ആയതുകൊണ്ട്, സിൻസ് ഇറ്റ്സ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ, നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടോ? ലാപ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ഇല്ല.
ഇല്ല. Exercise അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? എക്സസൈസ് ചെയ്യും. Then but it will end up in a loss. ലോസ്. എത്രയാണ് ലോസ്? ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? ലോസ് ആയിരിക്കും. പക്ഷെ ഇവിടെ നമ്മുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് എത്ര പേ ചെയ്താൽ മതി ഇവിടെ? 2.8 പ്ലസ് അതിന്റെ മണ്ടയ്ക്ക് എത്രയാണ്? 0.8 കൂടെ. ദാറ്റ് ഈസ് 80 ബേസിസ് പോയിന്റ് ഓവർ ദ ലൈബർ. എത്രയാണ്? എത്രയേ വരുന്നുള്ളൂ? 3.6. 3.6. പക്ഷേ നമുക്ക് ഒരു ലോസ് വന്നു. എത്ര ലോസ് വന്നത്? 0.86. 0.86. So if you come, since it's a loss, അത് നമ്മൾ ആഡ് ചെയ്യുക ഇതിന്റെ കൂടെ. So minus of minus, it will be adding it. Literally I'm adding it. So എത്ര വന്നു നമ്മുടെ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? 4.46. 4.46. അപ്പോൾ ലിറ്ററലി നമ്മൾ ഉദ്ദേശിച്ച റേറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റി. പക്ഷെ നമുക്ക് എന്തിന്റെ അഡ്വാൻറ്റേജ് കിട്ടിയില്ല? ലോസ് വന്നപ്പോൾ നമുക്കത് ബെയർ ചെയ്യേണ്ടി വന്നു. ഈവൻ ദോ മാർക്കറ്റിൽ ഫേവറബിൾ ആയിട്ട് ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ടും നമുക്ക് ഒരു ഹയർ റേറ്റിൽ പേയ്മെന്റ് കൊടുക്കേണ്ടി വന്നു. മനസ്സിലായോ? ഇതാണ് ഫ്യൂച്ചറിന്റെ സെനാരിയോ. ഈ ക്വസ്റ്റിന്റെ ഫ്യൂച്ചറിന്റെ സെനാരിയോ ഇതാണ്. ക്ലിയർ ആണോ? ഈ സെയിം സാധനം ഇനി ഓപ്ഷൻസ് വരുമ്പോൾ എന്തായിരിക്കും? when it's an option നമുക്ക് 2 സ്ട്രൈക്ക് പ്രൈസ് വന്നിട്ടുണ്ട്. ഏതൊക്കെ? അപ്പൊ 2 സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ ചെയ്ത് കാണിക്കണം. സോ ഏതൊക്കെയാണ് സ്ട്രൈക്ക് പ്രൈസ്? there is a strike price at 96 and there is a strike price at 96.5. okay, so നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? if the interest rate is rising, നമ്മുടെ ആ സമയത്ത് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. എത്ര ആയിരുന്നു? 3.98 അല്ലേ വരുന്നേ? അല്ലേ? 3.98. അപ്പോ 3.98 മൈനസ് 100 ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ വാല്യൂ കിട്ടും. എത്രയാണ്? 96.02 എന്ന് പറയുന്ന വാല്യൂ. സോ അങ്ങനെയാണ് ഈ വാല്യൂ രണ്ടെണ്ണം കിട്ടിയേക്കുന്നത്. അപ്പൊ 2 സ്ട്രൈക്ക് പ്രൈസ് ഉണ്ട്, 96ഉം 96.5ഉം. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സെനാരിയോയിൽ ഇത് രണ്ടും ചെയ്ത് കാണിക്കണം ഓപ്ഷന്റെ കേസിൽ. ക്ലിയർ ആണോ? സോ ഫസ്റ്റ് സിറ്റുവേഷനിൽ എന്താണ്? നമ്മൾ സെല് ചെയ്യുന്ന 96, ബൈ ചെയ്യുന്ന 96.02 നമ്മൾ ചെയ്യുമോ? അപ്പോ will you exercise it? No, we won't exercise it. ഈ സെക്കൻഡ് സ്ട്രൈക്ക് പ്രൈസ് 96.5 ആണ് നമ്മൾ സെല് ചെയ്യുന്നത്. ബൈ ചെയ്യുന്ന എത്രയാണ്? 96.02. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എക്സസൈസ് ചെയ്യും. സോ ക്ലിയർ ആയോ? എന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയോ? Yes. നിവേദ്? Yes sir. Yes sir. Okay. ഇനി നമ്മൾ ഇനി എക്സസൈസ് ചെയ്യുവോ ഇല്ലയോ എന്നുള്ളത് അത് കഴിഞ്ഞു. ഇനി ഫസ്റ്റ് സെനാരിയോയിൽ ഏതായാലും ഗെയിൻ വരത്തില്ല. സെക്കൻഡ് സെനാരിയോയിൽ ഗെയിൻ ഉണ്ട്. എത്രയാണ് ഗെയിൻ? ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ഗെയിൻ എന്ന് പറയുന്നത്, അല്ലേ? 0.48. Difference between that two rates is your gain. Then അപ്പോൾ നമ്മുടെ ആക്ച്വൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. സോ how will you calculate your actual cost? 3.8 plus 0.8 അതാണ് നമ്മുടെ ആക്ച്വൽ കോസ്റ്റ്. അതിന്റെ കൂടെ ഇനി നിങ്ങൾ ഇത് യൂസ് ചെയ്താലും ഇല്ലെങ്കിലും എന്ത് വരും? പ്രീമിയം പേ ചെയ്യേണ്ടി വരും, അല്ലെ? നിങ്ങൾ ജൂൺ അല്ലേ എടുത്തത്? 96 ആണെങ്കിൽ പ്രീമിയം എത്ര? 0.163%. ഈ 0.163 എന്ന് പറയുന്നത് എന്താണ്? This is tick size or it will be in the percentage. അപ്പൊ ഇത് 0.163% ആണ് കേട്ടോ. Are you getting it? Clear ആണോ? Yes sir. So in the same way മറ്റേ പ്രീമിയം ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.581. So it is how much? 0.581. അതും നമ്മുടെ പ്രീമിയം ആണ്. ക്ലിയർ ആയോ? Okay. സോ നമ്മൾ നെറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ്. അപ്പൊ നെറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? എന്താണോ ആക്ച്വലി, കാരണം ഫസ്റ്റ് സെനാരിയോയിൽ ഞാൻ ഓപ്ഷൻ യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ലിറ്ററലി എന്താണെന്നോ എന്റെ ആക്ച്വൽ കോസ്റ്റ്, ആ ആക്ച്വൽ കോസ്റ്റിന്റെ കൂടെ ഞാൻ എന്തോടെ കൺസിഡർ ചെയ്താൽ മതി? ഐ ജസ്റ്റ് നീഡ് ടു കൺസിഡർ ദാറ്റ് പ്രീമിയം. സോ ടോട്ടൽ എത്ര വരും? ടോട്ടൽ നിങ്ങളുടെ ഓപ്ഷന്റെ പ്രീമിയം കോസ്റ്റ്
How much it is? 4.6, because we don't need to pay any kind of gain or loss consider ചെയ്യേണ്ട ആവശ്യമില്ല, because in the first situation we won't exercise that option. അല്ലേ? Yes, sir. Okay. Plus 0.163% കൂടെ വരും. So അപ്പൊ ടോട്ടൽ എമൗണ്ട് എത്ര വന്നു? 4.76%. ക്ലിയർ ആണോ? Yes, sir. അതിപ്പോ ഇൻട്രസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? 4.76% ഇൻറ്റു എന്ത് ചെയ്യാ? എത്ര മില്യൺ ആയിരുന്നു? 22 മില്യൺ. നമ്മൾ എത്ര നാളത്തേക്ക് ബോറോ ചെയ്യുന്നത്? ഫോർ 5 months അല്ലേ? നമ്മൾ 4 months ടൈമിൽ 5 months. 4 months ടൈമിൽ it is expected to make a full repayment of borrowed amount in 9 months from now എന്നാ പറഞ്ഞത്. അപ്പോൾ ലിറ്ററലി നമ്മുടെ ഡ്യൂറേഷൻ എത്രയാണ്? ലോണിന്റെ ഡ്യൂറേഷൻ എത്രയാണ്? 5 months. 5 months. അപ്പോൾ 5 monthsലേക്കുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ക്ലിയർ ആയോ? Yes, sir. സോ ഈ സെയിം രീതിയിൽ നെക്സ്റ്റ് വൺ ചെയ്യുക. Are you getting it? Yes, sir. കാരണം അവിടെ രണ്ടിടത്തും സ്ട്രൈക്ക് പ്രൈസ് സെയിം ആയിരിക്കും, പക്ഷെ ഇറ്റ് ഈസ് ഡ്യൂ ടു ദാറ്റ് ഡിക്രീസ് ഇൻ 2.8 ആയതുകൊണ്ട് നമ്മുടെ പുതിയ വാല്യൂ എത്ര വന്നു? 97.2 വന്നു. സോ ഐ ഹോപ്പ് 97.02 എത്ര എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? 2.8 പ്ലസ് 1.18 ആണ് നമ്മുടെ അൺഎക്സ്പെക്ടഡ് ബേസിസ്. സോ 2.8 പ്ലസ് 0.18% എന്ന് പറയുമ്പോൾ എത്ര വരും? ഫ്യൂച്ചറിന്റെ റേറ്റ് എത്ര വരും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 2.8 പ്ലസ് 2.98. 2.98. 2.98. ആ 2.98 മൈനസ് 100 ചെയ്യുക. മനസ്സിലായോ? Yes, sir. അപ്പൊ നമുക്ക് എന്ത് വരും? യു വിൽ ഗെറ്റ് ദ വാല്യൂ. ക്ലിയർ? Yes, sir. സോ അങ്ങനെയാണ് 97.02 വന്നത്. ഇത് ക്ലിയർ ആണോ? 97.02 വന്ന എങ്ങനെ ക്ലിയർ ആണോ? ആൻഡ് രഞ്ജിത്ത്, നിവേദ്? Yes, sir. ഇവിടെ നമ്മൾ എക്സസൈസ് ചെയ്യോ ഇല്ലയോ? നമ്മൾ രണ്ടിടത്തും എന്ത് ചെയ്യത്തില്ല? എക്സസൈസ് ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് രണ്ടിടത്തും നിങ്ങൾ എന്ത് മാത്രം കൺസിഡർ ചെയ്താൽ മതി? ആക്ച്വൽ കോസ്റ്റ് കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് ഫസ്റ്റ് സെനാരിയോയില് 2.8 പ്ലസ് 0.8 3.6% ആണ് നിങ്ങൾ ആക്ച്വലി പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ്. പക്ഷെ ഓൺ ദ ടോപ്പ് ഓഫ് ഇറ്റ് വി ഹാവ് ടു പേ ദ പ്രീമിയം. ബട്ട് നമ്മുടെ നെറ്റ് കോസ്റ്റ് എന്ത് ചെയ്തു? കുറഞ്ഞു. റിലയബിളി ഭയങ്കരമായിട്ട് കുറഞ്ഞു. 3.76ഉം 4.18 ഉള്ളൂ. പക്ഷെ നമ്മൾ ഫ്യൂച്ചർ എടുത്തപ്പോ എന്താ? രണ്ടിടത്തും കുറഞ്ഞപ്പോഴും കൂടിയപ്പോഴും നമ്മൾ എത്ര തന്നെ പേ ചെയ്യുന്നത്? എഫക്റ്റീവ്ലി 4.46% ആയിരുന്നു പേ ചെയ്യുന്നത്. അപ്പൊ ആ ഡിക്രീസ് ഇൻ ഇൻട്രസ്റ്റിന്റെ ബെനിഫിറ്റ് നമുക്ക് എവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല? ഓപ്ഷൻ ഫ്യൂച്ചേഴ്സിന്റെ കേസിൽ പറ്റി, പക്ഷെ ഓപ്ഷൻസിൽ നമുക്കത് പറ്റി. ക്ലിയർ ആണോ? Yes, sir. Yes, sir. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, പക്ഷെ ഞാൻ അന്ന് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ പോലെ ഇത് എത്രയും അവസാനം ഒന്നുകൂടെ ഒന്ന് അത്യാവശ്യം ഒന്ന് പഠിച്ചു വെച്ചിട്ട് ഏറ്റവും നിയറസ്റ്റ് ദ എക്സാം നിങ്ങൾ പഠിക്കുന്നു, അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അന്നേരം ഇത്രയൂടെ ഓർമ്മ കാണും. നമ്മൾ എത്ര അല്ലെങ്കിൽ നിങ്ങൾ ഡേ ടു ഡേ പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൺഫ്യൂഷൻ വന്നുകൊണ്ടേയിരിക്കും. സോ ഇത് ക്ലിയർ ആണോ? ഇൻട്രസ്റ്റിന്റെ ഫ്യൂച്ചറും പഠിച്ചു, ഓപ്ഷനും പഠിച്ചു. ക്ലിയർ ആണല്ലോ? Yes, Yes, sir. sir. പിന്നെ FRA അറിയാമല്ലോ? ഇറ്റ്സ് റിയലി ഈസി. Yes. Yes, sir. ഇനിയും കോളർ വരുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ഓവറോൾ പ്രീമിയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പുട്ട് ഓപ്ഷനിൽ എൻട്രി ചെയ്യുന്ന അതേ ദിവസം തന്നെ നമ്മൾ എന്ത് എൻട്രി ചെയ്യും? കോൾ ഓപ്ഷൻ സെല് ചെയ്യും. മനസ്സിലായോ? Yes, sir. So we have entered into put option at a strike rate of എത്രയാണ് strike rate? 96 അല്ലേ? So let's say നിങ്ങളുടെ strike rate ഇപ്പൊ 96 ആണെന്ന് വെച്ചോ. അതേ ദിവസം തന്നെ നമ്മൾ എന്തും ചെയ്യും? We'll enter into a call option as നമ്മൾ call option സെല് ചെയ്യുകയും ചെയ്യും. അപ്പോ by entering into put option we have to pay a premium. എത്രയാണ് പ്രീമിയം പേ ചെയ്യേണ്ടത്?
0.163 അല്ലേ? Are you getting it? Yes, sir. Yes, sir. അതേ ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്യും? We'll enter into a scenario where we'll enter into a contract to sell call option at a strike price of 96.5. അപ്പൊ അതിന്റെ വാല്യൂ എത്ര വരും? അതിന്റെ വാല്യൂ എത്ര ആയിരിക്കും വരുന്നത്? എന്താണ് നമ്മൾ 96.5 എടുത്തതെന്ന് പറയാമോ? കാരണം കോളിൽ നമ്മൾ വേറൊരു പാർട്ടിക്ക് ഇത് കൊടുക്കുന്നതാണ്. അപ്പൊ ലിറ്ററലി പുള്ളിക്ക് നമ്മൾ എന്തോ ഓഫർ ചെയ്യുന്നത്? വി ആർ ഗ്യാരണ്ടിങ് എ മിനിമം ഇൻട്രസ്റ്റ് അല്ലേ? അല്ലേ? ഹലോ. അപ്പോ 96.5 ആണ് ഇതിലൂടെ ലോവർ ഇൻട്രസ്റ്റ് മിനിമം കീപ്പ് ചെയ്യുന്നത്. നമ്മൾ പുട്ട് ഓപ്ഷനിൽ നമ്മൾ എപ്പോഴും ഒരു ഹയർ സ്ട്രൈക്ക് പ്രൈസ് എടുത്തത് ഓക്കെ മാക്സിമം ഇവിടം വരെ ഇൻട്രസ്റ്റ് ആവത്തുള്ളൂ, അതിൽ കൂടത്തില്ല. അപ്പൊ ഒരു ഹയർ റേറ്റ് ആയിരിക്കും പുട്ട് ഓപ്ഷന് വേണ്ടി നമ്മൾ എടുക്കുന്നത്. കോൾ ഓപ്ഷന് വേണ്ടി നമ്മൾ എടുക്കുന്നത് ഒരു ലോവർ റേറ്റ് ആയിരിക്കും. ക്ലിയർ ആണോ? Yes, sir. ആ രണ്ട് ഡിഫറൻസ് സ്ട്രൈക്ക് പ്രൈസ് വന്ന എന്താണെന്ന് മനസ്സിലായോ? ഗ്യാരണ്ടിങ് എ മിനിമം ഇൻട്രസ്റ്റ്, അപ്പോ ലോവർ റേറ്റ് എടുക്കുക. മറ്റേടത്ത് നമുക്ക് ഹയർ റേറ്റ് എടുക്കുന്നത് മാക്സിമം അത്രയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരാവൂ എന്നുള്ള രീതിയിലാണ് അത് കീപ്പ് ചെയ്യാൻ. ക്ലിയർ ആയോ? Yes, sir. സോ എഫക്റ്റീവ്ലി നമ്മുടെ പ്രീമിയം എത്ര വരും? അപ്പോ നമ്മൾ 0.163 എന്ത് ചെയ്യുന്നു? പേ ചെയ്യുന്നു. നമുക്ക് ഇങ്ങോട്ട് എത്ര കിട്ടുന്നു? 0.0090 കിട്ടുന്നു. സോ എഫക്റ്റീവ്ലി നെറ്റ് പ്രീമിയം ബിക്കംസ് 0.00073 എന്ന് പറയുന്ന ഒരു ഫിഗർ വരും. ക്ലിയർ ആണോ ഗൈസ്? Yes, sir. Yes, sir. ഇനിയും ആക്ച്വലി ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുവാണ് മാർക്കറ്റിൽ ഇൻട്രസ്റ്റ്, അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിരിക്കാം. സോ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുവാണ്. അപ്പോ ഇവിടെ നിങ്ങൾ നോക്കിയപ്പോൾ പുട്ട് ഓപ്ഷൻ ആണ്. നമ്മൾ എന്താണ് സെൽ നോ ബൈ ലേറ്റർ അല്ലേ? സെല്ല് ചെയ്യുന്ന എത്രയാണ്? 96. തിരിച്ച് നമ്മൾ 96.02 ബൈ ചെയ്യുമോ നോക്കുക. ബൈ ചെയ്യുമോ? ഇല്ല, നമ്മുടെ പുട്ട് ഓപ്ഷൻ. ഇനി കോൾ ഓപ്ഷന്റെ കേസിൽ നമ്മൾ എക്സൈസ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നമ്മളല്ല ചിന്തിക്കുന്നത്, തേർഡ് പാർട്ടി ഇത് എക്സൈസ് ചെയ്യോ ഇല്ലയോ നോക്കുക. മനസ്സിലായോ? തേർഡ് പാർട്ടി ഒരിക്കലും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുന്ന സമയത്ത് ഈ കോൾ ഓപ്ഷൻ എക്സൈസ് ചെയ്യാൻ പോവോ? ഇല്ല. മനസ്സിലായോ? അതിന്റെ കൺസെപ്റ്റ് മനസ്സിലായോ? Okay. Yes, sir. ഓക്കെ. അപ്പൊ അവിടെയും എന്താണ് ഈ കോൾ ഒന്ന് കൊടുത്തേക്കുന്നതും നോ തന്നെ വരും. They won't excise it. ക്ലിയർ? ഇനിയും നമുക്ക് ആക്ച്വലി പേ ചെയ്യേണ്ട ഇൻട്രസ്റ്റ് എത്രയായിരുന്നു? പേ ചെയ്യേണ്ട ഇൻട്രസ്റ്റ് 3.8 കൂടെ 0.8 കൂട്ടി 4.6. മേളത്തെ അതേ റേറ്റ്. പക്ഷെ പ്രീമിയം ഇവിടെ കുറഞ്ഞു. എത്ര കുറഞ്ഞു? എഫക്റ്റീവ്ലി എത്രയും അത് പേ ചെയ്താൽ മതി? രണ്ടുകൂടെ നെറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് പേ ചെയ്താൽ മതി. നമ്മുടെ നെറ്റ് കോസ്റ്റ് എത്രയായി? 4.67% ആയി. മേളില് 4.76 ഒക്കെ വന്നിടത്ത് ഇവിടെ എത്ര കൊടുത്താൽ മതി? 4.67 മതി. അതെന്തുകൊണ്ടാണ് കുറഞ്ഞത്? ബിക്കോസ് വി ഹാവ് യൂസ്ഡ് കോളർ. ക്ലിയർ ആണോ? ഇത്രേ ഉള്ളൂ. അപ്പൊ കോളറിൽ ഇവിടെ ഒരു മൂന്നാമത് ഒരാളെ പറ്റി ഇവിടെ നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ അവരത് എക്സൈസ് ചെയ്യുമെങ്കിൽ നമുക്ക് അത് വി ഹാവ് ടു പേ ഇറ്റ് ടു ദം. അത് നമുക്കൊരു പേയ്മെന്റ് ആയിരിക്കും. വി ഹാവ് ടു പേ ഇറ്റ്. അവർ എക്സൈസ് ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് ടു പേ ഇറ്റ്. അത് ഓർക്കുക. പിന്നെ ഈ കോളർ വരുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഈ നെറ്റ് പ്രീമിയം കണ്ടുപിടിക്കാൻ ഓർക്കുക. ഇത് രണ്ടേ ഉള്ള ഒരു അഡീഷണൽ സ്റ്റെപ്പ്. ബാക്കിയെല്ലാം സെയിം ആണ്. Are you getting it? Yes, sir. Yes, sir. ഇനിയും സെയിം സാധനം ഇൻട്രസ്റ്റ് റേറ്റ് കുറയുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ 96 ആണ്, തിരിച്ച് 97.02 ആണ്. അപ്പൊ നമ്മൾ സെല്ല് ചെയ്തത് എത്രയാണ്? 96-ന്. ബൈ ചെയ്യാൻ പോകുന്നത് 97.02-ന്. ചെയ്യുമോ നമ്മള്? ഇല്ല. പക്ഷെ കോൾ ഓപ്ഷന്റെ കേസിൽ ഇൻട്രസ്റ്റ് അവിടെ കുറഞ്ഞത് കാരണം അവരെന്ത് ചെയ്യും? അത് എക്സസൈസ് ചെയ്യും. ആ തേർഡ് പാർട്ടി അത് എക്സൈസ് ചെയ്യും. മനസ്സിലായോ?
Okay. തേർഡ് പാർട്ടി അത് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് നമ്മൾ പുള്ളിക്ക് അങ്ങോട്ട് കൊടുക്കണം. മനസ്സിലായോ? Yes, sir. ഓക്കെ. അപ്പൊ നിങ്ങൾ വിചാരിക്കാം ഇവിടെ നമുക്കൊരു അഡീഷണൽ റിസ്ക് നമ്മൾ അങ്ങോട്ടൊരു പേയ്മെന്റ് കൊടുക്കുന്നത്. പക്ഷെ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ലിറ്ററലി ആക്ച്വൽ മാർക്കറ്റിൽ നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞു. അതല്ല, പക്ഷെ നമ്മൾ ആക്ച്വലി എക്സ്പെക്ട് ചെയ്തിട്ടാണോ നമ്മൾ ഈ ഹെഡ്ജിങ്ങിന് ഇറങ്ങിയത്? അല്ല, നമ്മൾ ബോറോ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് കൂടുമെന്ന് പേടിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോ ആ സമയത്ത് നമുക്ക് എല്ലാം ഫേവറബിൾ ആണ്. മറ്റൊരു എക്സസൈസ് ചെയ്യത്തില്ല, നമുക്ക് പ്രീമിയവും കുറയും, നമ്മുടെ ഓവറോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കുറഞ്ഞു. ആ ഒരു സിറ്റുവേഷനിൽ എത്തും. പക്ഷേ ഇഫ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഗോയിങ് ഡൗൺ, ഒബിയസ്ലി നമുക്കൊരു ഫേവറബിൾ സിറ്റുവേഷൻ ആണ് അവിടെ. കാരണം നമ്മുടെ ഓപ്ഷൻ ആണ് അത് എക്സസൈസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്, പുട്ട് ഓപ്ഷൻ. നമ്മളത് എക്സസൈസ് ചെയ്യുന്നില്ല. So that we just need to pay how much? 2.8 plus 0.8, which is 3.6. പിന്നെ പ്രീമിയം നമ്മുടെ ഇവിടെ കുറഞ്ഞു. കമ്പയർഡ് ടു ദ പ്രീവിയസ് സിറ്റുവേഷൻ പ്രീമിയം നമ്മുടെ ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് അഡീഷണൽ പേയ്മെന്റ് കൂടെ വന്നു. എന്താണ്? ദ എമൗണ്ട് പേയബിൾ ടു ദ കോൾ ഓപ്ഷൻ ഹോൾഡർ. കാരണം പുള്ളിക്ക് അത് റിസ്ക് ആണ്, പുള്ളി അത് എക്സസൈസ് ചെയ്യും. മനസ്സിലായോ? സോ ദാറ്റ് ഗെയിൻ വി നീഡ് ടു പേ ഇറ്റ് ടു ദം. ആർ യു ഗെറ്റിംഗ് ഇറ്റ്? Yes, sir. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ അതിന് ഇൻട്രസ്റ്റ് റേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഡിവൈഡ് ബൈ 100 ചെയ്തത്. സോ എഫക്റ്റീവ്ലി നമ്മുടെ വാല്യൂ എത്ര വരും? ഇത് മൂന്നൂടെ ചേരുന്നതായിരിക്കും ടോട്ടൽ പേയ്മെന്റ് എന്ന് പറയും. ക്ലിയർ ആണോ? സോ ഇറ്റ് വിൽ ബിക്കം 4.2. അപ്പൊ അവിടെ അത് ഏതായിരുന്നു ബെറ്റർ എന്ന് നോക്കിയേ. കുറഞ്ഞപ്പോ ഏതായിരുന്നു ബെറ്റർ? കോൾ ഓപ്ഷൻ തന്നെ ആയിരുന്നു അല്ലേ? Yes, sir. ഓപ്ഷൻ എടുക്കുന്നത് തന്നെയായിരുന്നു ബെറ്റർ. പക്ഷെ കൂടുന്ന സമയത്ത് കമ്പയർഡ് ടു ഓപ്ഷൻ ഏതാണ് ബെറ്റർ? കോളർ ആണ് ബെറ്റർ. ഇപ്പൊ കോളറിൽ എപ്പോഴും വേറെ ഒരാളൂടെ ഉണ്ടെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യും. ഇതാണ് മെയിൻ വരുന്ന ഡിഫറൻസ്. ബാക്കി എല്ലാത്തിന്റെയും ബേസ് ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ ലിറ്ററലി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ആ തേർഡ് പാർട്ടിയുടെ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കി അതനുസരിച്ച് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ ലിറ്ററലി ഇറ്റ്സ് ഈസി. ക്ലിയർ ആയോ? Yes, sir. Yes, sir. ഇത്രേ ഉള്ളൂ. അപ്പോ ഇത് ടുവേർഡ്സ് ഇപ്പൊ നിങ്ങൾ ബാക്കി എല്ലാ ലിറ്ററലി കോളേഴ്സും അല്ലെങ്കിൽ ഇന്ന് ഞാൻ രാവിലെ പഠിച്ച സ്വാപ്പും അറിയണമെന്നുണ്ടെങ്കിൽ ലിറ്ററലി യു നോട്ട് ടു നോ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് അറിയണം. അപ്പൊ അത് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് ഒന്ന് നല്ല രീതിയിൽ അറിയാമെങ്കിലേ കറൻസി സ്വാപ്പ് കത്തത്തുള്ളൂ. ദ സെയിം വേ when it comes to this callers, ആ ഒരു ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഓപ്ഷൻ എന്താണെന്ന് നല്ല വൃത്തിക്ക് അറിയണം, എങ്കിലേ കോളർ പഠിക്കാൻ പറ്റത്തുള്ളൂ. സോ അപ്പൊ എല്ലാം കണക്റ്റഡ് ആണ്, അല്ല അഡീഷണലി ഒരു പ്രത്യേക ഭാഗമായിട്ടോ അങ്ങനൊന്നും ഇല്ല. അപ്പോൾ ഇനിയുള്ള ദിവസം റിസ്ക് മാനേജ്മെന്റ് ഇത്രൂടെ ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ട്രിക്കിയാണ്, നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകാൻ സാധ്യതയാണ്. അപ്പൊ കൂടുതൽ റിസ്ക് മാനേജ്മെന്റ് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് പഠിച്ചിരിക്കാം കേട്ടോ. അല്ല വേറെ എന്തെങ്കിലും സ്പെസിഫിക്കലി നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയാസ് ഡൗട്ട് ഉണ്ടോ? ലൈക്ക് നമുക്കിനി ഒരു റിപ്പോർട്ട് അനദർ 2 days എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇടുക കേട്ടോ. നമുക്ക് നാളെ മറ്റന്നാൾ ഓരോ സെക്ഷൻസ് വെക്കാം. ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും ലാസ്റ്റ് ടൈം എന്തെങ്കിലും റിവിഷനോ എന്തെങ്കിലും ഒക്കെ വേണമെങ്കിൽ. ക്ലിയർ? Yes, sir. Yes, sir. ഓക്കെ, ശരിയാ. Okay, sir. Thank you. Thank you, sir. It is.